ടാറ്റയുടെ ചെയർമാനായിരുന്നു സൈറസ് മിസ്ത്രി. അദ്ദേഹത്തിന് ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡിംഗ് അവരതായിരുന്നു. ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള മിസ്ത്രിയെ ടാറ്റ ഗ്രൂപ്പ് അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തിൽ നിന്ന് എടുത്ത് പുറന്തള്ളിയത് എന്തുകൊണ്ടാണ്? ടാറ്റ ഗ്രൂപ്പിൻ്റെ സെറ്റ് വാല്യൂസ്, ആ വാല്യൂസിൽ നിന്നും ഇദ്ദേഹം വ്യതിചലിച്ചു എന്നുള്ള ഒരു ആക്ഷേപത്തിന്റെ പുറത്ത് അതിലെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർക്ക് അതിൻ്റെ ഉന്നത സ്ഥാനത്തിൽ നിന്ന് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു, ഇറക്കി വിട്ടു എന്നുള്ളതാണ്. അതേസമയം നോക്കൂ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും ഇത്തരം ഈ ആദർശാത്മകത അവകാശപ്പെടുന്ന പാർട്ടികൾ, അവരുടെ കോൺഗ്രസിലും പ്ലീനത്തിലും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന മൂല്യങ്ങളിൽ നിന്നും അവരുടെ നേതാക്കളെ വ്യതിചലിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് കാണുമ്പോൾ ഇതേപോലെയുള്ള ഒരു നിലപാടെടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? അത് കഴിയാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകളെ കുറ്റം പറയാൻ എന്താണ് ധാർമ്മികമായിട്ടുള്ള അവകാശമുള്ളത്? ഇതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ ഈ മൂല്യങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളെ പേര് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചറിന് ഈ എന്തില്ല, അതൊരു നിർഗുണമായിട്ടുള്ളൊരു കാര്യം. അതിൽ നല്ല ഗുണമോ മോശം ഗുണമോ അതിലിരിക്കുന്ന ആൾക്കാരനുസരിച്ചിട്ട് അതിന് വരും. അത് വ്യക്തികളുടെ മൂല്യവ്യവസ്ഥയിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്.